ഇത് തിന്നാൻ വേണ്ടി ഇനി ആരും പോർച്ചുഗലിലും സ്പെയിനിലും ഒന്നും പോകണ്ട കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൂറോസ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കേട്ടോ. ഇതൊരു പലഹാരമാണ്. ഇത് സ്പെയിനിലോ പോർച്ചുഗലിലോ ഏതോ ഒരു സ്ഥലത്തുണ്ടായതാണെന്ന് പറയുന്നത്. എവിടെ ഉണ്ടായാലും നമുക്ക് തിന്നാൻ പറ്റും. ഈ സ്ഥലമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. പക്ഷെ കഴിക്കാൻ നല്ല രസമാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെടും. പിന്നെ പിള്ളേരുടെ കാര്യം പറയണോ, ഉണ്ടാക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മതി. വീട്ടിലുള്ള സാധനം മാത്രമേ ഉള്ളൂ. വേറെ ഒരു കിടിപിടി സാധനങ്ങളും ഇല്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാനും പറ്റും. അപ്പോൾ വേഗം ഉണ്ടാക്കിയാലും അടുപ്പിൽ കുറച്ച് വെള്ളം വെക്കുക. സ്റ്റവ് ഓണാക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് കുറച്ച് ബട്ടറും പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് ഇട്ട് ഒന്ന് കുഞ്ഞി തള വരണം, ചെറിയ തള. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. മൈദാമാവ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്ക്, കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വയ്ക്കുക. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇത് ഇളക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ നന്നായിട്ട് ഇളക്കി നല്ല സ്മൂത്താക്കി ഇതുപോലെ എടുക്കണം. എന്നിട്ടൊരു പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിലിടുക. അതിനകത്തോട്ട് ഈ സാധനം നിറച്ചതിന് ശേഷം ചൂടെണ്ണയിലോട്ട് സൺഫ്ലവർ ഓയിലായിട്ടോ എടുത്തിട്ടുള്ളത് അതിനകത്തിട്ട് നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കുക. ഗോൾഡൻ ഈ കളറില്ലേ, ഗോൾഡൻ ബ്രൗൺ കളർ, അതാകുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും നമ്മുടെ പട്ട പൊടിച്ചതുമില്ലേ അത് രണ്ടും ഇട്ടൊന്ന് തൂളി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ കലാപരിപാടി. ഒരെണ്ണം എടുത്ത ചോക്ലേറ്റ് സിറപ്പിൽ അങ്ങോട്ട് മുക്കി കഴിച്ചുകൊണ്ടല്ലോ, പുറമേ നല്ല കുറച്ച് ക്രഞ്ചിയും അകത്ത് നല്ല എന്താ പറയുക പത്ത് ഇങ്ങനെ ഇരിക്കും. ഭയങ്കര രസമാണ് കഴിക്കുക. നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ.